തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ പണി പൂർത്തിയാക്കുന്നതിന് മന്ത്രി വി ശിവൻകുട്ടിയും കോർപ്പറേഷനും പ്രഖ്യാപിച്ച സമയപരിധി അവസാനിക്കാൻ 2 ദിവസം ശേഷിക്കെ നിർമ്മാണം പാതി വഴിയിൽ. എം ജി രാധാകൃഷ്ണൻ മോഡൽ സ്കൂൾ ജംഗ്ഷൻ റോഡിന്റെയും വെള്ളയമ്പലം മാൽത്തറ തൈക്കാട് റോഡിന്റെയും സ്ഥിതിയും ദയനീയമാണ്. മാസങ്ങളായി ബുദ്ധിമുട്ടുകയാണ് പൊതുജനങ്ങൾ. ചർച്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങൾ എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി റോഡുകൾ 10 ജൂൺ മാസം 15 സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു പൂർത്തീകരിക്കും എന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. മാർച്ച് 24-നും പിന്നീട് ജൂൺ 15-നും തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു തിരുവനന്തപുരം നഗരസഭയും ഒടുവിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെയും വാദം. എന്നാൽ ഇനി 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലസ്ഥാനത്തെ പല സ്മാർട്ട് റോഡുകളുടെയും അവസ്ഥ കാണുക. മിക്ക റോഡുകളിലും വലിയ കുഴികളും ഗർത്തങ്ങളും ഇപ്പോഴുമുണ്ട്. ചല്ലി നിരത്തിയെങ്കിലും പലയിടത്തും ടാറിങ് പൂർത്തീകരിച്ചിട്ടില്ല. മറ്റു ചിലയിടത്താകട്ടെ ഓടകൾ അങ്ങനെ തന്നെ കിടക്കുന്നു. ചിലയിടത്താകട്ടെ മൺകൂനകൾ മാത്രമാണ് റോഡിൽ കാണാനാവുക. സർക്കാരിന്റെയും നഗരസഭയുടെയും പിടിപ്പുകേടാണ് തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് നിർമ്മാണം ഇഴയാൻ കാരണമെന്നാണ് മുഖ്യ പ്രതിപക്ഷമായ BJPയും വിമർശിക്കുന്നത്. ഇനി 2 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നമുക്ക് ഈ മന്ത്രിയുടെ വാക്കും പഴഞ്ചാക്കും എന്ന് പറയില്ലേ, ആ ഒരു പഴമഞ്ചൊല്ലിയാണ് ഇവിടെ നടക്കുന്നത്. മന്ത്രി ഇപ്പം ജൂൺ മാസം 15 ഉണ്ട്, ഇനി അടുത്ത ജൂൺ മാസം 15 ഉണ്ട്. തീർച്ചയായിട്ടും ശാസ്ത്രീയമായ രീതിയിൽ പണി ചെയ്യുവാനുള്ള പരാജയപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കിടക്കുന്ന നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡ്, ആ റോഡ് BNBC അടിച്ച റോഡാണ്. അത് റോഡിൻ്റെ പണി തീർന്നതാണ്. അത് ഇന്ന് ചെന്ന് നിങ്ങൾ നോക്കണം, മൊത്തം കുഴിച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ വാട്ടറിൻ്റെ ലീക്ക് എവിടെയാണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വാട്ടറിൻ്റെ ലൈൻ എവിടെ പോകുന്നു, ഡ്രെയിനേജിൻ്റെ ലൈൻ എവിടെ പോകുന്നു, ഇത്രയും യൂട്ടിലിറ്റി കൊടുക്കുവാൻ പരാജയപ്പെട്ടു. അത് രാജസ്ഥാൻ കമ്പനിക്കും അത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം മഴക്കാലമായതിനാൽ നിർമ്മാണം വൈകുന്നുവെന്ന സർക്കാരിന്റെ ന്യായീകരണത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. 2 ആഴ്ചയായി തലസ്ഥാനത്ത് മഴയുടെ തോത് കുറഞ്ഞെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായി നീങ്ങിയിട്ടില്ല. ഇതേ തുടർന്നുള്ള ഗതാഗത കുരുക്കും തലസ്ഥാനത്ത് പതിവാണ്. സ്കൂളുകളടക്കം തുറന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നത്. ജൂൺ 15-ന് പൂർത്തീകരിക്കുമെന്ന തിരുവനന്തപുരത്തെ നഗരസഭയും ഒപ്പം മന്ത്രി വി ശിവൻകുട്ടിയും അവകാശപ്പെട്ട സ്മാർട്ട് റോഡുകളാണ് ഇങ്ങനെ കുന്നും മണ്ണുമായി കിടക്കുന്നത്. 15-ന് ഈ റോഡുകളെല്ലാം സ്മാർട്ടായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ഉയരുന്നത്. ക്യാമറാമാൻ ഗോപുവിനൊപ്പം S ശാലിനി, ജനം, തിരുവനന്തപുരം.